കൊച്ചി നഗരസഭാ മേയറായി 33-ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് VK മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. 48 വോട്ടുകൾ നേടിയാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിക്കുന്നത്. വോട്ടിംഗ് ബാലറ്റ് ബോക്സ് അടക്കമുള്ളവ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യം 10:30 തന്നെ തെരഞ്ഞെടുപ്പ് വലുതാണ്. അതുകൊണ്ട് തന്നെ VK മിനിമോൾ തന്നെയായിരിക്കും മേയറായി ചുമതല ഏറ്റെടുക്കുക. തുടർന്ന് 2.5 വർഷം കഴിയുമ്പോൾ കൊച്ചിയിൽ നിന്നും എല്ലാവരും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള ഫോറം ഉണ്ട് എന്നാണ് മനസ്സിലായത്. സോ നമുക്ക് ഈ പ്രോസസ് തുടങ്ങാം. ആദ്യമായിട്ട് ഇതിയുടെ ഒരു പ്രൊസീജിയറുടെ ഭാഗമായിട്ട് ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ 1995 കേരള മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണിന്റെയും ഡെപ്യൂട്ടി ചെയർപേഴ്സണിന്റെയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ചട്ട I-5 9 വരെ വായിക്കേണ്ടതാണ് പ്രൊസീജിയർ. സോ നമുക്ക് തുടങ്ങാം. ഭരണാധികാരി 4-ാം ചട്ടം 3-ാം ഉപചട്ട പ്രകാരം വിളിച്ച കൂട്ടിയ യോഗത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയോ വോട്ടവകാശമുള്ള കൗൺസിലർമാരുടെ പകുതിയാണെങ്കിലും കൗൺസിലർമാരും ഹാജരായിട്ടില്ലെങ്കിൽ യോഗം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയം കൂടുന്നതിനായി ചട്ട 6 സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശനം. അതത് സംഗതി പോലെ ചെയർപേഴ്സണിന്റെയോ ഡെപ്യൂട്ടി ചെയർപേഴ്സണിന്റെയോ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലറെ മറ്റൊരു കൗൺസിലർ സ്ഥാനം നൽകേണ്ടതും നാമനിർദ്ദേശനം ചെയ്യപ്പെട്ട ഒരു സമ്മത പത്രം കൂടി ഹാജരാക്കേണ്ടതുമാണ്. എന്നാൽ ഒരു കൗൺസിലർ ഒന്നിലധികം പേര് നാമനിർദ്ദേശനമോ എന്നത് മാത്രമല്ല 10-ാം വകുപ്പ് പ്രകാരം സ്ത്രീകൾക്കോ പട്ടികജാതി കോർപ്പറേഷൻ കൗൺസിലറിൽ വെച്ചു 33-ാം ഡിവിഷൻ കൗൺസിലറായ അഡ്വക്കേറ്റ് മിനിമോൾ VK നാമനിർദ്ദേശനം തന്നിട്ടുണ്ട്. രണ്ടാമത്തത് 28-ാം ഡിവിഷനിൽ നിന്ന് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായ ജഗദാംബിക എന്ന പേരു നാമനിർദ്ദേശനം തന്നിട്ടുണ്ട്. 2 നാമനിർദ്ദേശനമാണ് തന്നിട്ടുള്ളത്. ഇനി ഒരു നാമനിർദ്ദേശം കൂടിയുണ്ട്. 74-ാം ഡിവിഷൻ 75-ാം ഡിവിഷൻ അമരാവതിയിൽ നിർദ്ദേശിച്ച അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്. 75 പ്രിയ പ്രശാന്ത്. ബാലറ്റ് തയ്യാറാക്കാമല്ലോ. ഇന്നൊരു പ്രാവശ്യം പറയും. ഒരു കാൻഡിഡേറ്റ് മുമ്പിൽ മാത്രമാണ് താങ്കൾ X എന്ന ചിഹ്നം വെക്കാൻ പോകുന്നത്. പിന്നെ പുറകുവശത്തിൽ താങ്കളുടെ ക്ലിയർ ആയിട്ടുള്ള പേരും പിന്നെ ഒപ്പ് വേണം, ഇല്ലെങ്കിൽ അസാധുവാകും. ഒരു കാൻഡിഡേറ്റ് മുമ്പിലാണ് X എന്ന് മാർക്ക് വെക്കേണ്ടത്. പിന്നെ പുറകിൽ താങ്കളുടെ പേര് ക്ലിയർ ആയിട്ടും പിന്നെ സിഗ്നേച്ചറും ഉണ്ടാവണം. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഡിവിഷൻ 2 ക്ലിയർ ആണ് എന്ന് കാണിക്കണം എല്ലാവരും. ഡിവിഷൻ 10 ശശികല. ഡിവിഷൻ 11 കൃഷ്ണകുമാർ. ഡിവിഷൻ 12 ഡിവിഷൻ 36 മോളി ചാർലി. ഡിവിഷൻ 37 ഷിബി സോമൻ.
സാബു കോറോത്ത്. ഡിവിഷൻ 39 അഡ്വക്കേറ്റ് PM നസീമ. ഡിവിഷൻ 59 ലസിത പീറ്റർ. ഡിവിഷൻ 67 ജോസഫ് സുമിത്. ഡിവിഷൻ 68 KJ പ്രകാശൻ. ഡിവിഷൻ 73 യേശുദാസ്. ഡിവിഷൻ 74 അശ്വതി ഗിരീഷ്. ഡിവിഷൻ 75 അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്. ഡിവിഷൻ 76 മഞ്ജുള അനിൽകുമാർ. മൂന്ന് കാൻഡിഡേറ്റ്സോ ഇല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ ഡെസ്കിലേക്ക് വരണം. താങ്ക് യു. ഒന്നാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നത് അഡ്വക്കേറ്റ് മിനിമോൾ VK ആണ് with 48 votes. രണ്ടാമത്തെ സ്ഥാനത്തിൽ ജഗദാംബിക with 22 votes and മൂന്നാമത്തെ സ്ഥാനത്തിൽ പ്രിയ പ്രശാന്ത് with 8 votes 6 votes. സോ ഈ ഒരു വിജയമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അഡ്വക്കേറ്റ് മിനിമോൾ VK അവറുകളാണ്.
അടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ട മേയർ കാൻഡിഡേറ്റിന് ഓത്ത് സെറമണിയാണ്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ അനിൽ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി തിരഞ്ഞെടുത്ത എല്ലാവർക്കും, എല്ലാ കൗൺസിലേഴ്സിനും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. കൊച്ചിയുടെ ജനത വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ ഭരണസമിതിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം, അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മെട്രോപൊളിറ്റൻ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി, ആ കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടൊപ്പം ക്ഷേമവും കരുതലുമായി ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഈ അവസരം. ഇതിനുശേഷം എല്ലാവരും, നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാവരും നമ്മൾ സുഭാഷ് പാർക്കിലുള്ള ആരാമം ഹാളിൽ വെച്ചിട്ട് എല്ലാവർക്കും, നമ്മൾ കൗൺസിലേഴ്സ് അടക്കമുള്ള എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് കൂടി എല്ലാവരും എത്തേണ്ടതാണ്.
ഒരു മിനിറ്റ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുന്ന ദീപ്തി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയല്ലേ എണ്ണാൻ തുടങ്ങി ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്